മക്കളെ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം എനിക്ക് ഫൈൻ കിട്ടിയ വിവരം ഏറെക്കുറെ ഒരുപാട് പേര് അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. സോ അതിനെ ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. എനിക്ക് ഫൈൻ കിട്ടിയത് ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോൾ സിഗ്നൽ കറക്റ്റ് ആയിരുന്നു. ബട്ട് അവിടെ മറ്റേ പെഡസ്ട്രിയൻ ക്രോസ് ഇല്ലായിരുന്നു. അതായത് വരയില്ലായിരുന്നു, സീബ്ര ലൈൻ. അതില്ലാത്തതിൻ്റെ പേരിലാണ് എനിക്ക് ഫൈൻ കിട്ടിയത്. കൃത്യം പോലീസ് വണ്ടി മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. കണ്ടാലും കണ്ടില്ല ചെയ്തത് തെറ്റാണ്. ബട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. മീൻസ് അങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല. മീൻസ് ആ ഒരു സ്ഥലത്ത് അങ്ങനെ ക്രോസ് ചെയ്യാൻ പാടത്തില്ല എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കൃത്യം ചെന്നു, പോലീസ് എന്നെ വിളിച്ചു. ഞാൻ അവരുടെ അടുത്ത് ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാരനും ചിരിച്ചു, ഞാനും ചിരിച്ചു. ഒരു 50 ചില്ല് ഫൈൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ല, 30 ദിവസം കൊണ്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതേപോലെ ഒരു സ്ലിപ്പ് എനിക്ക് അടിച്ചു തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫൈൻ കിട്ടിയാൽ പേ ചെയ്യുന്ന എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ പേ ചെയ്തു. ബട്ട് എന്നാലും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. നമുക്ക് ഇങ്ങനെ ഒരു പേപ്പറാണ് തരുന്നത്. ഇതിൽ നമ്മുടെ TRC നമ്പറും പിന്നെ നമ്മുടെ ഫൈൻ നമ്പർ ആണെന്ന് തോന്നുന്നു, വേറൊരു നമ്പറും കൂടെ ഉണ്ട്. ഈ 2 നമ്പറും ഈ മേലെ തന്നെ ഉണ്ട്. ഈ 2 നമ്പറും കൂടെ അടിച്ചു കൊടുക്കണം. ഇത് ഇവിടെയുള്ള ഞാൻ BOG എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇതിലാണ് ചെയ്തത്. CDMO സംതിങ്. ഇവിടെ നമുക്ക് 2 ബാങ്കുകളാണ് മെയിനായിട്ടുള്ളത്. TBC, BOG 2 ബാങ്കുകളാണ്. അപ്പം ഞാൻ BOG ബാങ്ക് വഴിയാണ് ഇതടച്ചത്. സോ അതിൻ്റെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. മക്കളെ, അതായത് ഫൈൻ കിട്ടിയ പേപ്പർ ഇതാണ്. ഇതെങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് കുറേ പേർക്ക് അറിയത്തില്ല. അപ്പോൾ എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി അടച്ചു, ബട്ട് എന്നാലും ജസ്റ്റ് അല്ലാതെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിൽ വന്നിട്ട് BOGയുടെ ബാങ്കിൽ വന്നിട്ട് ഇതിൽ ഈ പോലീസിൻ്റെ എമ്പളത്തിൽ തൊടുക. എമ്പളത്തിൽ തൊട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഈ ജോർജിയൻ അക്ഷരങ്ങളും കാണിച്ച് നമ്പേഴ്സും കാണിച്ചിട്ടൊരു ഇതായിരിക്കും കാണിക്കുന്നത്. അതിലേക്ക് ഈ സ്ലിപ്പിലേക്ക് നോക്കിയോ, സ്ലിപ്പിലുള്ള ഈ സ്ലിപ്പിലുള്ള ഈ നമ്പർ, ഏറ്റവും അടിയിലുള്ള ഈ നമ്പർ ആദ്യം അടിക്കണം. ഓക്കെ, ഈ നമ്പർ അടിക്കണം. ആ നമ്പർ അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ പ്രൈവറ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ കാണിക്കും. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ എന്താ പറയുക, TRC നമ്പർ ആണെന്ന് തോന്നുന്നു. അത് ഇതിൻ്റെ അടിയിൽ തന്നെ അടുത്തൊരു നമ്പറുണ്ട്. ഈ സെക്കൻഡ് ലൈനിൻ്റെ അടിയിലായിട്ട് അടുത്ത നമ്പറുണ്ട്. ആ നമ്പർ അടിച്ചു കൊടുക്കണം. അതും കൂടെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ട്രാൻസാക്ഷൻ കനോട്ട് ബി ഫുൾഫിൽ. കാരണം ഞാനിത് ഓൾറെഡി അടച്ചതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ കൃത്യം നമ്മുടെ അമൗണ്ടും, ഇപ്പോൾ 50 ലാറിയാണ് ഫൈന് വന്നത്, അതിൻ്റെ കൂടെ ഒരു ലാറി നമുക്ക് ഫീസായിട്ട് പോകും. അതും കൂടെ കാണിക്കും. അതും കൂടെ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. ഓക്കെ, എനിക്ക് വേറെ ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് 30 ദിവസം ഉണ്ട് ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഒരു കാര്യം പറയാനുള്ളത്, എങ്ങാനും ഇൻ കേസ് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂസിൽ പോലീസ് ഓഫീസേഴ്സ് നിങ്ങളെ പിടിക്കുകയാണ്, നിങ്ങളെ കാണുകയാണ്, നിങ്ങളിങ്ങനെ വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കരുത്. ദയവേത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ചെല്ലുക, ചെയ്തത് തെറ്റാണ്, നമ്മൾ പിടിച്ചെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഫൈൻ അടച്ചിട്ട് പോവുക. കാരണം ഇൻ കേസ് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫൈനുകൾ വീണ്ടും കൂടുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും കൂടുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്നത് ഒരു തമാശയായിരിക്കും. തമാശയുടെ പേരിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഓവറോൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. മീൻസ് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയേച്ച്, ആരാന്നറിയില്ല, ഇന്ത്യൻസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നു. ചുമ്മാ തമാശയ്ക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ടൊക്കെ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് രസമല്ല. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ക്യാമറാസ് ഉണ്ട്. അതൊക്കെ വേറെ ആയിട്ട് ഇരിക്കണം നിങ്ങൾ. പിന്നെ ഇപ്പോൾ ഇവിടെയാണ് എല്ലാ സ്ഥലങ്ങളും, ഇപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ രാവിലെ നൈറ്റ് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് ഇവിടെ സ്പാറിൽ ഞാൻ കയറുന്ന സമയത്ത് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് ഫുൾ ടൈം സെക്യൂരിറ്റി പുറകിൽ നിന്ന് മാറത്തില്ല. ഇന്ത്യൻസ് ആണെങ്കിൽ പുറകിൽ നിന്ന് മാറുകയില്ല. എല്ലാ സമയവും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ വന്ന് സെക്യൂരിറ്റിക്ക് എന്നെ മനസ്സിലായി. ഡെയിലി കണ്ട് ശീലമായതുകൊണ്ട് പുള്ളി ഒന്നും പറയാറില്ല, പുറകെ വരാറില്ല. അങ്ങനെയൊരു ഉപകാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ടോട്ടൽ പിള്ളേരെയാണ്, എല്ലാവരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നതല്ല, ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത്തരത്തിലുള്ളതൊന്നും ചെയ്യരുത്. പിന്നെ ഓഫീസേഴ്സ് ആണെങ്കിലും നല്ല ഇടപെടലാണ്. ഒരു കാരണവശാലും നമ്മളെ വേറെ തരത്തിലൊന്നും ദേഷ്യപ്പെടാനോ ഒന്നിനുമില്ല. വളരെ കൂളായിട്ട് തന്നെയാണ്. പൈസയുടെ കാര്യമാണ്, അതിൻ്റെ കാര്യമില്ല. ബട്ട് എങ്കിൽ പോലും അവർ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങളുള്ളത്. സോ ഇതുപോലത്തെ മറ്റു വീഡിയോസൊക്കെ ആയിട്ട്, അതായത് വീണ്ടും ഫൈൻ മേടിച്ചുകൊണ്ട് വരുന്നതല്ല, മറ്റെന്തെങ്കിലും ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട്
നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും. ഇറ്റ്സ് മീ സ്മിറിൻ സൈനിങ് ഓഫ്.